ഹലോ ഗായ്സ്, വെൽക്കം ടു രമ്യാസ് ഫുഡ് വേൾഡ്. രമ്യാസ് ഫുഡ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ പിലോപ്പി, സിലോപ്പി എന്നൊക്കെ പറയും. ഞാൻ പിലോപ്പി എന്നാണ് പറയണത്. അപ്പോൾ ഒരു വലിയ പിലോപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം കഴുകി വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം വരഞ്ഞു കൊടുക്കണം. അപ്പുറത്തും വരഞ്ഞതിലായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, പിന്നെ അരമുറി നാരങ്ങ പിഴിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് മീനിലാട്ട് നല്ലോണം തേച്ച് പുരട്ടാം. അപ്പുറത്തും വയറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം അരപ്പ് നല്ലോണം പിടിക്കണ വരെ നമുക്ക് തേച്ച് മീനിലാട്ട് പിടിപ്പിക്കാം. മീൻ അതൊരു അരമണിക്കൂർ ടു 1 മണിക്കൂർ വരെ നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ച് വെക്കണം. മസാല തേച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നല്ലോണം എളുപ്പത്തിൽ അതേ ഷിമ്മയിൽ കയറി പിടിച്ചോളും മീൻ. അപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ വേഗം ദേഷ്യമ്മ കയറി പിടിക്കും. ഞാൻ ഫ്രിഡ്ജിനകത്താണ് എടുത്ത് വെച്ചേക്കണത്. മസാലയൊക്കെ പുരട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്തേ വെക്കുള്ളൂ. അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്താട്ട് വെച്ച് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മീൻ ഒന്ന് പതുക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പുറത്തും തിരിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. ആ പാനിൽ തന്നെയാണ് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും കൂടെ ചേർത്ത്, പിന്നെ ഒരു സവാളയും എടുത്തേക്കണം. ഒരു മീനായതുകൊണ്ട് ഒരു സവാളയും, ഒരു 5-6 കൊച്ചുള്ളി അരിഞ്ഞതും, 2 പച്ചമുളക് കീറിയതും കൂടെ വെക്കണം. അതിലായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആദ്യം നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി ആ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവാള അരിഞ്ഞതും പിന്നെ കൊച്ചുള്ളിയും അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി ആദ്യം സവാള ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം കൊച്ചുള്ളി. സവാള ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് വേണം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാൻ. കൊച്ചുള്ളി ഇട്ട് ചേർത്ത് അതും ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് 2-3 പച്ചമുളക് നടുകെ കീറിയതും കൂടി ഇട്ട് കൊടുത്ത് അതും നല്ലോണം വഴറ്റി ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും നല്ലോണം ചേർക്കും. ഇത് തോട്ടുമീനായതുകൊണ്ട് ആ ഒരു മണം ഉണ്ടാവും. അപ്പോൾ കുരുമുളക് ചേർത്താൽ എനിക്ക് നല്ല ഇതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ആ ഒരു മണവും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട് നമ്മുടെ മസാലമേൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 മുതൽ 3/4 ടീസ്പൂണോളം മുളക് പൊടി ഒരു കൂടി ഇട്ടിട്ട് നല്ലോണം പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റിയിലാട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ടാൽ ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഒരു കഷ്ണം കുടംപുളി ഒരു 2-3 കഷ്ണമായിട്ട് കീറി എടുക്കാം. ഒരു കഷ്ണം കുടംപുളി എടുത്തിട്ടുള്ളൂ. അത് 2-3 കീറി എടുത്തിട്ട് അതും ഇട്ട് കൊടുത്ത് ഒരു 1/2 ഗ്ലാസോളം വെള്ളവും കൂടെ ഒഴിച്ച് ഗ്രേവി നല്ലോണം തിക്ക് ഗ്രേവി ആകണ വരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അത് വെള്ളമൊക്കെ നല്ല വറ്റി ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു വാഴയില വാട്ടിയെടുത്തിട്ട് ഈ ഗ്രേവി അതിനകത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ മീൻ ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രേവി കൂടി ഇട്ടിട്ട് നല്ലോണം സെറ്റ് ചെയ്തിട്ട് നല്ലോണം ഈ വാഴയില നല്ലോണം പൊതിഞ്ഞെടുക്കുക. മീനിലാട്ട് നല്ലോണം കെട്ടി വെക്കുക. അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മറിച്ചും തിരിച്ചും വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് അടുപ്പ് സിം ചെയ്ത് വെക്കുക. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മീൻ ഇട്ട് കൊടുത്ത് അങ്ങാടും ഇങ്ങാടും ഒരു 5 മിനിറ്റോളം നല്ലോണം വേവിച്ചെടുക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ മീൻ റെഡിയാണ്. ഞാൻ ഇതിനു മുമ്പ് കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി 100 ടേസ്റ്റാണ് നമുക്ക് ഈ മീനിൽ ചെയ്തെടുത്തിട്ട്. കാരണം തക്കാളി തേങ്ങാപ്പാൽ ഒന്നും ഇടാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാഴയില തുറന്ന് വന്നപ്പോൾ തന്നെ നല്ല മണം അടിച്ച് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ട് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റായിരുന്നു.
അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.